ആത്മീയമായി ഉണർന്ന ഒരാളില് എല്ലാ ദുരിതങ്ങളുടെയും കാരണമായ അജ്ഞാനം ഇല്ലാതാകുന്നു. അയാളില് വിദ്വേഷമോ വെറുപ്പോ ഇല്ല. അയാൾ ജനന മരണങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരാളാണ്. അയാളുടെ ജീവിതത്തില് യഥാർത്ഥ ലക്ഷ്യം എന്താണോ അയാൾ അത് നേടിയിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാളാണ് അയാൾ. അങ്ങനെയുള്ള ഒരാള് പരമമായിട്ടുള്ള ഒരു ശാന്തി അനുഭവിച്ചാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ആത്മീയമായി ഉണർന്ന ഒരാളില് അഹങ്കാരം ഉണ്ടാവില്ലേ? അയാൾ സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയപരാജയങ്ങളെയും ഒരേപോലെയാണ് കാണുന്നത്. പ്രശംസയെയും കുറ്റപ്പെടുത്തലുകളെയും ഒരേപോലെ അയാൾ സ്വീകരിക്കുന്നു. അപമാനവും അപവാദവും അയാള് സ്പർശിക്കുന്നേ ഇല്ല. അയാളുടെ ജീവിതത്തിൽ ഒന്നും അയാൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നില്ല. അയാളുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അയാൾ അതേപോലെ സ്വീകരിക്കുകയാണ്, കാണുകയാണ് ചെയ്യുന്നത്. സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും അയാൾ അതിനോടൊപ്പം ഒഴുകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാളില് നിഷേധാത്മകമായ ചിന്തകളോ വികാരങ്ങളോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേദനപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നില്ല. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും അയാൾക്ക് തണലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാള് സർവ്വ ജീവജാലങ്ങൾക്കും തണലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അയാള് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യവും ശാന്തിയും അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതം ഒരു വിദ്യാലയമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും റാങ്ക് കിട്ടുന്നില്ല. ചില കുട്ടികൾക്ക് മാത്രമാണ് 1, 2, 3 റാങ്ക് കിട്ടുന്നത്. അതേപോലെ ഈ ആത്മീയമായിട്ടുള്ള യാത്രയില് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവര് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ആത്മീയമായി ഉണർന്ന ഒരാൾ മാത്രമാണ് അവിടെ എത്തുക. ആത്മീയ പാതയിൽ സഞ്ചരിച്ചത് കൊണ്ട് മാത്രമായില്ല, ഈ ഉണർവ് ഒരാളില് ഉണ്ടായിരിക്കണം. അയാള് ഒരു മഹാസമുദ്രം പോലെയാണ് അയാളുടെ ഉള്ളിലെ ശാന്തി എന്ന് പറയുന്നത്. സമുദ്രത്തിന്റെ ആഴം ഒരാൾക്ക് അളക്കാൻ കഴിയില്ലേ? അതേപോലെ ആത്മീയമായി ഉണർന്ന ഒരാളുടെ ഉള്ളിലുള്ള ആ ഒരു ശാന്തി, അയാൾ അനുഭവിക്കുന്ന പരമമായ ആനന്ദം, അത് വാക്കുകൾക്ക് അതീതമാണ്. അതിനെ നമുക്ക് അളക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം ഒരാൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ശരിക്ക് അയാള് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആത്മീയമായ യാത്രയില് പരമമായ ലക്ഷ്യം ആത്മീയമായിട്ടുള്ള ആ ഉണർവാണ്. ആ ഉണർവ് ഒരാളില് ഇല്ല എങ്കിൽ അയാള് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടക്കും. അയാളുടെ മനസ്സ് നിഷേധാത്മകമായ ചിന്തകളിലും വികാരങ്ങളിലും പെടും. ആ രീതിയിലുള്ള പ്രവൃത്തികളും വാക്കുകളും അയാൾക്ക് ഉണ്ടാകും. അത് അയാളെ വേദനിപ്പിക്കും, അയാൾക്ക് ചുറ്റുമുള്ള ആളുകളെയും വേദനിപ്പിക്കും. ആത്മീയമായി ഉണർന്ന ഒരാള് ഒരു മെഴുകുതിരി പോലെയാണ്. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിക്ക് പ്രകാശം നൽകുന്നല്ല. ആ ഒരു മെഴുകുതിരിക്ക് ആയിരക്കണക്കിന് മെഴുകുതിരികൾക്ക് പ്രകാശം നൽകാൻ കഴിയും. അതേപോലെ ആത്മീയമായി ഉണർന്ന ഒരാൾക്ക് സർവ്വ ജീവജാലങ്ങൾക്കും ആശ്വാസവും ശാന്തിയും നൽകാൻ കഴിയും. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ബന്ധങ്ങളെ തകർക്കുന്നത് വികാരങ്ങളാണ്. അതേപോലെ
യുദ്ധവും വെറുപ്പും ഈ ലോകത്ത് ഉണ്ടാകുന്നത് അഹങ്കാരമാണ് കാരണം. എന്നാൽ ആത്മീയമായി ഉണർന്ന ഒരാളിൽ ഇത് രണ്ടും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ സർവ്വ ജീവജാലങ്ങൾക്കും ആശ്വാസവും ശാന്തിയും നൽകുന്നുണ്ട്. ആത്മീയമായി ഉണർന്ന ഒരാൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ്, പരമമായിട്ടുള്ള ശാന്തിയിലാണ്, ആനന്ദത്തിലാണ്. അയാൾ അതിൽ അലിഞ്ഞ് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതം എന്ന് പറയുന്നത് മേഘം ആകാശത്തിലൂടെ പോകുന്നത് പോലെയാണ്, ഒന്നിനെയും സ്പർശിക്കാതെ ഒഴുകുന്നത് പോലെയാണ്. അത്ര കണ്ട് അയാൾ ആ പരമമായ ആനന്ദം അയാൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒന്നിനെയും താരതമ്യം ചെയ്യില്ല, വിലയിരുത്തില്ല, വിധി കൽപ്പിക്കില്ല. അങ്ങനെയുള്ള ഒരാൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം, അയാൾ പരമമായ ആനന്ദം അനുഭവിച്ച് അതിൽ അലിഞ്ഞ് അയാൾ ഇല്ലാതായ ഒരു അവസ്ഥയിലെത്തി. പക്ഷെ എന്നാലും അയാൾ അറിഞ്ഞ് അനുഭവിച്ച ഈ ജ്ഞാനം അയാൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അയാൾ പകർന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കുറച്ചുകൂടി ഒരു ഉയർന്ന തലം ഉണ്ട്. ആത്മീയമായിട്ട് നമ്മൾ ഉണർന്നിട്ടില്ല എങ്കിൽ നമ്മൾ ശരിയായ ആ ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഈ ഉണർവ് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ പാതയിൽ സഞ്ചരിച്ചത് കൊണ്ട് മാത്രമായില്ല, ഈ ഉണർവ് എൻ്റെ ഉള്ളിൽ ഉണ്ടോ? കരുണ, സ്നേഹം, ദയ ഇതെല്ലാം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ജാഗരൂകതയോടെയാണോ, ശ്രദ്ധയോടെയാണോ ഞാൻ ജീവിക്കുന്നത്? ആത്മീയമായ ഉണർവ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമില്ല. ചെറിയായ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉണർവിൽ എത്താമെന്നാണ് പുണ്യാത്മാക്കൾ പറയുന്നത്. ബുദ്ധന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പലരും ഈ അവസ്ഥയിൽ എത്തിയവരായിരുന്നു. ഭിക്ഷുക്കളും ഭിക്ഷുണിമാരും അതേപോലെ ഗൃഹസ്ഥരും ഈ അവസ്ഥയിൽ എത്തിയവരായിരുന്നു. പൂർണ്ണമായിട്ടുള്ള ഉണർവോടെയാണ്, ജാഗരൂകതയോടെയാണ് അവര് ഈ ലോകത്ത് അന്ന് ജീവിച്ചിരുന്നത്. ഒരിക്കല് ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആത്മീയമായ ഉണർവിലേക്ക് എത്താൻ കഴിയുമോ? ഞാൻ എങ്ങനെയാണ് എത്തേണ്ടത്? ഗുരു ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഗുരു താമസിച്ചിരുന്ന ആ ഒരു മുറി ഇവിടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ആ സമയത്ത് വാതിലിന്റെ തുറക്കുന്ന ശബ്ദം ശിഷ്യൻ കേട്ടു. തിരിച്ച് വന്ന വാതിലടച്ചു. അപ്പോഴും ആ വാതിലിന് ശബ്ദം ഉണ്ടായി. ഗുരു ശിഷ്യനോട് ചോദിച്ചു, ഞാൻ വാതിൽ തുറന്നപ്പോഴും വാതിൽ അടച്ചപ്പോഴും നീ ആ ശബ്ദം കേട്ടോ? ശിഷ്യൻ പറഞ്ഞു, ഞാൻ കേട്ടു. അപ്പം ഗുരു പറഞ്ഞു, ഇതാണ് ഉണർവ്. പൂർണ്ണമായും ഈ നിമിഷത്തോടൊപ്പം ബോധത്തോടെ ജീവിക്കുന്നതാണ് ഈ ആത്മീയമായ ഉണർവ് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ കാലവും ഭാവി കാലവും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. ഈ നിമിഷം നമ്മൾ നമ്മുടെ ശ്വാസത്തെ അറിയുന്നു, നമ്മുടെ ചിന്തകളെ അറിയുന്നു, നമ്മുടെ വികാരങ്ങളെ അറിയുന്നു, നമ്മുടെ പ്രവൃത്തികളെ അറിയുന്നു, നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നു. പൂർണ്ണമായിട്ടും ഈ അറിവിലായിരിക്കുമ്പോൾ മനസ്സിന് കഴിഞ്ഞ കാലത്തേക്കോ ഭാവി കാലത്തേക്കോ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് വേദനപ്പെടുന്നില്ല. അപ്പൊ ശരിക്ക് നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് വരുമ്പോൾ, വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉണർവിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിനുള്ള ചെറുതായിട്ടുള്ള ഒരു പരിശീലനം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉണർവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആ ഒരു ശാന്തിയും സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോഴ് നമ്മളിത് കേൾക്കുന്ന സമയത്ത് പൂർണ്ണമായ ശ്രദ്ധയോടെയാണോ ഞാൻ കേൾക്കുന്നത്? ആ ഒരു ശ്രദ്ധ ഉണ്ടാവുമ്പോൾ തന്നെ
ആ ഉണർവ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചുറ്റും ആ സമയത്ത് നമ്മളിത് കേൾക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? വെറുതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. അതിനെ നമ്മൾ ചോദ്യം ചെയ്യരുത്, വിലയിരുത്തരുത്, ഒന്നും ചെയ്യാതെ വെറുതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഈ ശ്രദ്ധിക്കലില് അവിടെ ഉണർവ് ഉണ്ട്. ഈ ഉണർവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആണ് നമ്മൾ വേവലാതിയില്ലാതെ സമാധാനപ്പെട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ